രാവിലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു പത്തനംതിട്ട പന്തളം കുരമ്പാല സ്വദേശികളായ കർഷകരായ പി.ജി. ഗോപാലപിള്ളയും ചന്ദ്രശേഖരനും. കാട്ടുപന്നിയെ തുരത്തുന്നതിനായി ഗോപാലപിള്ള തന്റെ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടി വൈദ്യുതി പ്രവഹിപ്പിച്ചിരുന്നു. രാത്രിയിൽ വൈദ്യുതി ഓണാക്കുകയും രാവിലെ വൈദ്യുതി ഓഫ് ചെയ്യാറുമാണ് പതിവ്. എന്നാൽ ഇന്ന് വൈദ്യുതി ഓഫ് ചെയ്യാൻ ഗോപാലപിള്ള മറന്നു. കൃഷിയിടത്തിന്റെ ഈ ഭാഗത്ത് വെച്ച് വൈദ്യുതി വേലിയിൽ നിന്നും ഗോപാലപിള്ളയ്ക്ക് ഷോക്കേറ്റു. രക്ഷിക്കാൻ ചെന്ന ചന്ദ്രശേഖരനും ഷോക്കേറ്റു. പ്രഭാത ഭക്ഷണവുമായി കൃഷിയിടത്തിലേക്ക് വന്ന ഗോപാലപിള്ളയുടെ ഭാര്യയാണ് ഇരുവരും ഷോക്കേറ്റ് പിടയുന്നത് കണ്ടത്. ഭാര്യ അലറിക്കറിഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികൾ ഓടിയെത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും മരണത്തിന് കീഴടങ്ങി. സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ ഇലക്ട്രിക് ഇൻസ്പെക്ടർ സുജേഷ് പറയുന്നത് കൂടി ഇനി കേൾക്കുക. അതിലത്തെ പ്ലഗ് പോയിന്റിൽ നിന്ന് ഒരു ഫേസ് മാത്രം ഒരു വയർ കുത്തിയിട്ട് ആ കൃഷിയിടത്തിൽ ചുറ്റും കമ്പി വേലി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് കൊടുത്തിരിക്കുക ഡയറക്റ്റായിട്ട് തറനിരപ്പിൽ ഒരടി പൊക്കത്തിൽ സിംഗിൾ ഫേസ് കണക്ഷൻ വരുമ്പോഴേ 230 വോൾട്ടാണ്. അതേ വോൾട്ട് തന്നെ എടുത്ത് കൊടുത്തിരിക്കുന്നത് കമ്പിയിലേക്ക്. ഈ ഇതില്ലേ കെട്ടുകമ്പി എന്ന് പറയില്ലേ, ആ കെട്ടുകമ്പിയിലേക്ക് കൊടുത്തിരിക്കുക. കെട്ടുകമ്പി കൊണ്ടാണ് വേലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഫെൻസ് എനർജൈസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന് അനുമതിയുള്ളൂ. ഇത് അൺഓതറൈസ്ഡ് ആണ്. ഇത് 230 വോൾട്ട് കണ്ടിന്യൂസാ. അപകടം ഇതിനാണ് കൂടുതൽ. ശാസ്ത്രീയമായല്ലാതെ ഒരിക്കലും വന്യമൃഗങ്ങളെ തുരത്താൻ കൃഷിയിടത്തിൽ വൈദ്യുതി വേലി സ്ഥാപിക്കരുത്. ശാസ്ത്രീയ സംവിധാനമാണെങ്കിൽ നിശ്ചിത ഇടവേളകളിൽ മാത്രമാണ് വൈദ്യുതി വേലിയിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുക. മനുഷ്യർ വൈദ്യുതി വേലിയിൽ സ്പർശിച്ചാലും നിശ്ചിത ഇടവേളയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിനാൽ ജീവൻ നഷ്ടമാകില്ല. സംഭവസ്ഥലത്ത് മോട്ടോർ പെരയിൽ നിന്നും നേരിട്ട് വയർ വലിച്ച് കൃഷിയിടത്തിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെട്ടുകമ്പിയിലേക്ക് വൈദ്യുതി എത്തിച്ചിരിക്കുകയാണ്. സാധാരണ വൈദ്യുതി കമ്പിയിലെ പോലെ തുടർച്ചയായി ഈ സംവിധാനത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നതിനാൽ ഇത് ഏറെ അപകടകരമാണ്. റിപ്പോർട്ടർ പത്തനംതിട്ട.